എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ 2 ദിവസം നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളും കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ടൈം ആയപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പുതിയ സ്റ്റാൻഡിൽ വരുമ്പോൾ കഴിക്കുന്ന അതേ കടയിൽ നിന്ന് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്. അങ്ങനെ വീട്ടിൽ വന്ന് ഹിമോനെയൊക്കെ ഫ്രഷാക്കി ആൾ സ്കൂളൊക്കെ വിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പം നമ്മളെ ആനുവൽ ഡേ നടക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പം ഈ മാസം എൻഡിങ്ങിലാണ്. അപ്പോൾ അതിനായിട്ട് ഇവർ കുറച്ച് 6 കുട്ടികളുണ്ട്. 6 കുട്ടികളെ ഞാൻ ജസ്റ്റ് ഒരു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളിലായിരുന്നു വൈകുന്നേരം. അപ്പോഴാണ് കുട്ടേട്ട വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു, ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ ഹിമോനും കൂടി വന്നിട്ട് ചായയൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷൈജേട്ടന് പ്രാക്ടീസിന് പോകാൻ വേണ്ടി ടൈമായിട്ടോ. വൈകുന്നേരം 7 മണിയൊക്കെ ആയപ്പോൾ പ്രാക്ടീസ് തുടങ്ങാറുണ്ട്. അപ്പോൾ അമ്പലത്തിലെ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ 1-2 പ്രോഗ്രാം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 2 കുട്ടേറ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ 2 വിടുന്നേ ഇല്ല. പോവണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് വയ്ക്കുകയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു പാട്ടാടി എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ആൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഹിമോനോ ഇത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കത്തി അടിച്ച് നിന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷൈജേട്ടൻ പോയി. അപ്പോൾ ഇവർ 2 കുട്ടേറ്റൻസും പോയി. പിന്നെ ഞാൻ ഹിമോന് പഠിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുട്ടേട്ടൻ വരുമ്പോൾ വത്തയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ അപ്പം തന്നെ കഴിച്ചേ പറ്റുള്ളൂ, കാരണം പഠിക്കാനുള്ള ഒരു മടിയാണ്. അപ്പം അത് കുറച്ച് കഴിച്ചതിന് ശേഷം നേരെ പഠിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.